ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് പനിയാണ്, ശബ്ദത്തിനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും അതുപോലെ തന്നെ ഗൗരിയും വേണിയും മുത്തശ്ശിയും ശ്യാം സാറും നന്ദിനിയമ്മയും ഭാരതിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കർ കയറി വരുമ്പോഴത്തേനും ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. നല്ല ടീംസാണ്. ഇതെന്താ ഇത്, ഫുഡ് കൊണ്ടുവച്ചിട്ട് ആരും തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, നമ്മുടെ അളിയൻസിന് ഒരു കുഴപ്പമില്ലാന്നേ, നിങ്ങളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ ഓരോരുത്തർക്കായിട്ടുള്ള ഫുഡ് എടുത്തെടുത്ത് കൊടുക്കുകയാണ്. മുത്തശ്ശി ഇത് കഴിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞ് ആദ്യം മുത്തശ്ശിക്ക് കൊണ്ട് കൊടുത്തു. എനിക്ക് വേണ്ട മോനെ, എനിക്ക് വേണ്ടാത്ത കൊണ്ടാ എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത്രയും സമയമായില്ലേ, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പോഴേക്കും മുത്തശ്ശി കരയുക. അയ്യോ, എൻ്റെ മുത്തശ്ശി കരയാണോ, എൻ്റെ ചക്കര മുത്തശ്ശി ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ശ്രീകണ്ഠേശ്വരനെയല്ലേ, നമ്മുടെ വടക്കുന്നാഥനെ. അപ്പോൾ നമ്മൾ ഇത്രയും പേര് കല്ലാക്കി മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അളിയൻസിനെ മുത്തശ്ശിയുടെ ആദർശ മോന് ഒരു വിട്ടുകളയുമെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക്? ഒരിക്കലും ഇല്ല കേട്ടോ. ആദർശിനെ നമ്മുടെ വടക്കുന്നാഥൻ നോക്കിക്കോളൂ കേട്ടോ. ആഹാരം കഴിച്ചേ മുത്തശ്ശി ധൈര്യമായിട്ട് കഴിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി കൈ ഇങ്ങനെ ഇട്ടിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ നന്ദിനിയമ്മേ, എന്താ നന്ദിനിയമ്മ ഇത്, ശ്യാം സാറേ എന്തൊരു ഇരിപ്പായിരിക്കണത് എന്ന് ചോദിച്ച് നന്ദിനിയമ്മയ്ക്ക് എടുത്തു കൊടുത്തു. ശ്യാം സാർ കഴിച്ചാലല്ലേ ഇവരൊക്കെ കഴിക്കുമോ? അതെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വേണിക്ക് വയറ്റിലുള്ളതല്ലേ, കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ അവക്കതൊക്കെ പ്രശ്നമാവില്ലേ? നിങ്ങൾ രണ്ടുപേരും ആഹാരം കഴിച്ചാലല്ലേ ബാക്കി എല്ലാവരും കഴിക്കും. ഇത് പിടിക്ക് ശംസാറെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഉള്ള ഫുഡ് ശങ്കർ സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. ആരതിക്കുള്ളത് വരെ എടുത്ത് ശങ്കർ കൈ വെച്ച് കൊടുത്തു. അതെ, ശ്യാം സാർ നന്ദനിയമ്മയും ഒരു കാര്യം മനസ്സിലാക്കിക്കോ കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ആഹാരം കഴിക്കാതിരുന്നാൽ നിങ്ങളെയും ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ആദർശേണ്ണ ഒരു കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കഴിച്ചേ. ഇത് പറയണത് നമ്മുടെ ശങ്കർ മഹാദേവനാ. ഇത് മുഖത്തോട് മുഖം നോക്കിയിരിക്കാണ്ട് കഴിച്ചേ അങ്ങോട്ട്. ശ്യാമേ, നന്ദിനി നിങ്ങൾ കഴിക്ക എന്ന് മുത്തശ്ശി വഴിയെ പറയാണ് കേട്ടോ. അവസാനം ഇവരെല്ലാവരും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ വേണിക്ക് കൊണ്ട് കൊടുത്തു. ഏട്ടാ എനിക്ക് വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞു. ഗൗരി നീ കഴിക്ക എന്ന് പറഞ്ഞു. എനിക്ക് തീരെ വിശപ്പില്ല, എനിക്ക് തീരെ വേണ്ട എന്ന് ഗൗരിയും പറഞ്ഞു. ഇത് കൊള്ളാലോ, 2-4 ദിവസം കൂടി എന്നിട്ട് വട്ടം കറക്കാണല്ലോ. ഷോ എൻ്റെ പൊന്നേട്ടാ, എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഗൗരി നീ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം ശങ്കർ. ഒരാൾക്ക് വേണ്ട, ഒരാൾ പിന്നെ കഴിച്ചോളാന്നല്ലേ, രണ്ടെണ്ണത്തിനെ ഞാൻ ശരിയാക്കി തരാട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ ദേണ്ട അതെടുക്കുകയാണ്. വേണിമോളെ വാ തുറക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട എൻ്റെ വേണിമോളെ, പറയുന്ന കേക്ക് കേട്ടോ, നമുക്ക് പല സങ്കടങ്ങളും കാണും കേട്ടോ, പക്ഷേ നമ്മുടെ സങ്കടവും ദേഷ്യവും ഒന്നും നമ്മൾ ആഹാരത്തിനോട് കാണിക്കരുത് കേട്ടോ. വാ തുറക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അവസാനം വാ തുറന്നു. അപ്പോൾ വേണ്ട ഗൗരിക്കും നമ്മുടെ വേണിക്കും ശങ്കർ മാറി മാറി വാരി കൊടുക്കുക. എൻ്റെ കിടാവേ നീ ഒന്ന് വാ തുറക്ക്, വേഗം കഴിക്കുമോളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും മാറി മാറി വായി കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. അപ്പോൾ പറയണ ഇങ്ങനെയാ നല്ല കുട്ടികൾ. അതെ, ഇത് അടുത്തത് എൻ്റെ ഏട്ടൻ്റെ വേണിമോക്ക് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടാണ് കൊടുക്കണത്. ഇവക്കുണ്ടല്ലോ, ഇവള് വാശി പിടിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ആഹാരം വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവൾ ഭയങ്കര കുറുമ്പത്തിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേണിയെയും ഗൗരിയെയും മാറി മാറി തീറ്റിക്കുകയാണ് നമ്മുടെ ശങ്കർ. ഗൗരി മാറി നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. ഗൗരി നീ എന്താ ഈ മാറി നിന്ന് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു. ശങ്കർ, ആ രഞ്ജു എന്ന് പറയുന്ന കുട്ടിയെ ഒന്ന് പോയി കണ്ടെത്തിയാലോ? നമുക്ക് ആദർശേട്ടനെ ആരാ ഇങ്ങനെ തല്ലിയതെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് പോയി ആ കുട്ടിയോട് സംസാരിച്ച് നോക്കിയാലോ? ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞാലോ? പ്രൊഫസറും കുടുങ്ങും, ആദർശനെ പണി കൊടുത്തെന്നുള്ള സൂചന നമുക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം തന്നെ ഇറങ്ങാം. ഇപ്പോഴോ എന്ന് ചോദിച്ചോ. അതെ, ഇനി വൈകിക്കണ്ട. ഗൗരി നീ ഇന്നലെ രാത്രി വന്നതല്ലേ, നോക്കി നീ ആകെ മുഷിഞ്ഞിരിക്കാം. നമുക്ക് നിൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി എന്ന ശേഷം നമുക്ക് ആ രഞ്ജുവിനെ കാണാൻ പോകാം.
ശരി, സമ്മതിച്ചു. അപ്പം രണ്ടുപേരുടെ നേരെ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് രഞ്ജുവിനെ തേവി അങ്ങോട്ടേക്ക് എത്തുകയാണ്. രണ്ടുപേരും ഏതാണ്ട് അവിടെ വീട്ടിൽ വന്നു. പിന്നെ ഗൗരി, വേണിമോള് തന്ന ലൊക്കേഷൻ വെച്ചിട്ട് ഇത് തന്നെ കേട്ടോ വീട് എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഒരു ആൻറ്റി എന്നൊന്ന് വേണി പറഞ്ഞിരുന്നല്ലോ. ആൻറ്റി അല്ലേ, അവർ കുഴമ്പൊക്കെ തേച്ച് അകത്ത് വല്ലതും കാണുമായിരിക്കും. വേണി പറഞ്ഞത് താമസിക്കുന്നതേ അവള് മുകളിലാണ്. എന്നാണെങ്കിലും നീ വാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശങ്കറും ഗൗരിയും കൂടി നേരെ മേളിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും രഞ്ജു വന്ന് വാതിൽ തുറന്നു. ആരാ എന്നിങ്ങനെ ചോദിച്ചു. ആരാന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ ആദർശേട്ടൻ്റെ പെങ്ങളാ ഗൗരി എന്ന് പറഞ്ഞു. ഇതെൻ്റെ ഭർത്താവ് ശങ്കർ എന്ന് പറഞ്ഞു. ശരി, കയറി വരൂ എന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇവരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇരിക്കാൻ പറഞ്ഞു. അവർ ഇരുന്നു കേട്ടോ. അല്ല കേട്ടോ കുട്ടി, അതെ, അളിയൻസിന് ഇവിടെ വെച്ചിട്ടാണല്ലോ അപകടം പറ്റിയത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടാട്ടോ കിടാവേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശിവരഞ്ജിനി എന്നല്ലേ പേര് എന്ന് ഗൗരി ഇങ്ങനെ ചോദിക്കണം. അതെ, രഞ്ജു എന്ന് വിളിച്ചാൽ മതി എന്ന്. ശരി രഞ്ജു, ആയിക്കോട്ടെ. രഞ്ജു, ശരിക്കും അന്ന് എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞേ, വ്യക്തമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയാനായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കണ്ടില്ല. കരച്ചിൽ കേട്ട ഞാനും വേണിയും കൂടി ഓടി ചെല്ലുമ്പോൾ ആദർശേട്ടൻ രക്തത്തിൽ കുളിച്ച് കിടക്കായിരുന്നു. അല്ല, എൻ്റെ അളിയൻസിനെ തലക്കടിച്ച് വീഴ്ത്തിയ ആളെ ക്രാമ് കണ്ടോ? ഇല്ല, ഇരുട്ടിൽ ആരാണെന്ന് അത് വ്യക്തമായിരുന്നില്ല. ഏതോ ഒരു കള്ളന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ ഓടിപ്പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അയാളുടെ മുഖം കാണാനൊന്നും എനിക്ക് പറ്റിയില്ല. ആ ഓടിപ്പോയ ആൾക്ക് എന്ത് പ്രായം ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചോ. ചെറുപ്പക്കാരനായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അയാളെ വ്യക്തമായി കണ്ടില്ല. ശരി, കിടാവ് ഒരു കാര്യം ചെയ്തേ, ആ ആളുടെ രൂപയെ ഒന്നുകൂടി ഒന്ന് മനസ്സിൽ നല്ലോണം ഒന്ന് ആലോചിച്ചേ. മുമ്പ് എവിടെയെങ്കിലും വെച്ച് പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കാമല്ലോ. ആ രാത്രി ഞാൻ ശ്രദ്ധിച്ചില്ല. എത്രയും വേഗം ആദർശനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. അത്ര ചിന്തിച്ചിരുന്നുള്ളൂ. നിങ്ങൾ വരുന്നതിന് കുറച്ച് മുൻപ് പോലീസ് ഇവിടെ വന്നിരുന്നു. എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. രഞ്ജുവിന് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് വേണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആൾ മരിച്ചു പോയി എന്നും പറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം. അല്ല, രഞ്ജു ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ അയാളുടെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, തീർച്ചയായിട്ടും. അവൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട്. ഫോൺ ചാർജിലിട്ടിരിക്കുക, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രഞ്ജു എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വേഗം തന്നെ രഞ്ജു പോയ സമയത്ത് നമ്മുടെ ശങ്കറിനോട് പറയുകയാണ്. ശങ്കർ എടുത്തിയാട്ടോ ഒന്നും കാണിക്കരുത്. ധ്രുവൻ്റെ ഫോട്ടോ എങ്ങാനും ആണ്. ധ്രുവൻ എവിടെയുണ്ടെന്ന് ഈ കുട്ടി നമുക്ക് മനസ്സിലാക്കണം. അളിയൻസിനെ ഈ തല്ലി ഈ പരുവത്തിലാക്കിയിട്ട് എടുത്തുചാട്ടം വേണ്ടെന്നോ, സമാധാനം വേണ്ടെന്നോ? ശരിയാക്കി തരാം, സമാധാനം തന്നെ ഞാൻ കൊടുക്കാം, ശരിയാക്കി തരാട്ടോ, നടന്നത് തന്നെ എന്ന് ശങ്കർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേണ്ട ആ കുട്ടി ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ, ഇതാണ് ഞാൻ സ്നേഹിച്ച ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരിത് കണ്ട് ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അതാണ് സത്യം. അല്ല, രാവു സ്നേഹിച്ചത് ഇയാളെ തന്നെയാണെന്ന് ഉറപ്പാണോ? ഞാൻ സ്നേഹിച്ച ആളെ പിന്നെ എനിക്ക് മാറിപ്പോവോ എന്ന് ചോദിച്ചു. ഗൗരി, ഇനിയിപ്പോൾ എന്തിട്ട് തേങ്ങയ്ക്കാൻ നമുക്കിവിടെ ഇരിക്കുന്നത്, നമുക്കങ്ങ് സ്കൂട്ടായാലോ എന്ന് ചോദിച്ചാൽ ശങ്കർ എഴുന്നേറ്റു. പക്ഷേ എങ്കിലും ഗൗരി അന്നേരം എഴുന്നേറ്റില്ല. ആളിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശങ്കർ വീണ്ടും അവിടെ ഇരുന്നിട്ട്, ഗൗരി നമുക്ക് പോവാട്ടോ. ഗൗരി കുറച്ച് നേരം സ്റ്റക്കായിട്ട് അവിടെ ഇരുന്നു. ഗൗരി നമുക്ക് പോവാന്നേ എന്ന് ശങ്കർ വീണ്ടും പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആദർശൻ എങ്ങനെയുണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് രഞ്ജു. സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. അന്നേരം ഇവർ രണ്ടുപേരും പോകാനായിട്ട് എഴുന്നേറ്റു. അപ്പോൾ ശങ്കർ ഇത്തിരി ഫ്രണ്ടോട്ട് നടന്നു. അപ്പോൾ ഗൗരി അവിടെ ഒന്ന് നിന്നിട്ട്, അതെ രഞ്ജു, ആദർശേട്ടനും വേണിയും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, അവരുടെ വഴിക്ക് വിട്ടേരെ. ഞാൻ പറഞ്ഞതിനർത്ഥം രഞ്ജുവിന് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. ഗൗരി, നീ പറഞ്ഞതിൻ്റെ മീനിങ് എന്തിട്ടാണെന്ന് രാവിലെ നന്നായി മനസ്സിലായി ഇല്ലേ എന്ന് ചോദിച്ചു ശങ്കർ. പിന്നെ കാര്യങ്ങളൊക്കെ വേണിമോള് ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാ. നീ ഇനി അളിയൻസിൻ്റെ പിന്നാലെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അളിയൻസ് ഉണ്ടല്ലോ, ഒരു പാവം മനുഷ്യനാ, ഒരു പച്ച പാവം. പക്ഷെ ഈ ശങ്കർ അതങ്ങനല്ല കേട്ടോ. ഇനി അളിയൻസിൻ്റെയും വേണിമോളുടെയും ലൈഫിൽ
ക്ലാവിൻ്റെ നിഴല് പോലും കാണാൻ പാടില്ല കേട്ടോ. അങ്ങനെ എങ്ങനെ ഉണ്ടായാൽ എൻ്റെ പൊന്ന് ക്ലാവേ, നിന്നെ തേടി ശങ്കർബായി ഒരു വരവ് വരും. സഹിക്കില്ല കേട്ടോ, നീ താങ്ങില്ല കേട്ടോ. അതൊരു ഒന്നൊന്നര വരവായിരിക്കും. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത് കേട്ടോ. ശങ്കർ പറഞ്ഞതാ. പിന്നെ തൃശ്ശൂർ പരിചയക്കാരുണ്ടെങ്കിൽ ശങ്കർബായിയെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ശങ്കറിനെ നേരിൽ കാണാനുള്ള സാഹചര്യം രഞ്ജുവായിട്ടുണ്ടാക്കരുത്. അപ്പോൾ വരട്ടെ, എന്താ ശരി എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരോട് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ രഞ്ജുവിന് കിട്ടാനുള്ളത് വയറ് നിറച്ച് കിട്ടി. പിന്നെ കാണുന്നത് നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ ആദർശിൻ്റെ മാസ്ക് ഒക്കെ മാറ്റി ആദർശിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. വേണിയും നന്ദിനിയമ്മയും മുത്തശ്ശിയും ശ്യാം സാറും ആരതിയും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഡോക്ടർ വന്നു മെഡിസിനൊക്കെ എഴുതി. അപ്പോൾ നമ്മുടെ വേണു ചോദിക്കുക, ഡോക്ടറെ ആദർശേട്ടൻ എപ്പോഴാണ് ഉണരുക എന്ന് ചോദിച്ചോ. ഈ മഴക്കം സെഡേഷൻ്റെയാ, ഉണർത്തണ്ട, കുറച്ച് കഴിയുമ്പോൾ താനേ ഉണർന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. സന്തോഷമായി വേണിക്ക്. വേണി ഇങ്ങനെ നോക്കി നിൽക്കുക. ഡോക്ടർ, മോന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആദർശിനെ ഇപ്പോൾ ഒബ്സർവേഷനിലേ മാറ്റുമല്ലോ, അതിന് പേടിക്കാനൊന്നുമില്ല നന്ദിനി അല്ല ഡോക്ടറെ എന്ന് ചോദിച്ചു. IV കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നേഴ്സിനെ എഴുതി കൊടുത്തിട്ട് ഡോക്ടർ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. എന്തോ വലിയ ആപത്ത് വരാനിരുന്നതാ, ഇതിങ്ങനെ അങ്ങ് തീർന്നു എന്ന് കരുതിയച്ചാൽ മതി. ശ്രീകണ്ഠേശ്വരൻ ഇങ്ങനെയൊക്കെ തട്ടി മാറ്റിയെന്ന് വിചാരിച്ചാൽ മതി. മുത്തശ്ശി, ആദർശേട്ടന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദിനിയമ്മ പറയാണ്, ആദർശേട്ടന് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം, അതെ മോളെ, അധിക ദിവസമൊന്നും ഇവിടെ കിടക്കേണ്ടി വരില്ല ആദർശന് എന്ന് നന്ദിനി അമ്മയും പറഞ്ഞു. അപ്പോൾ ആരതി പറയാണ്, അതെ വേണു ചേച്ചി, ഡിസ്ചാർജ് ടൈം ആകുമ്പം അവരിങ്ങോട്ട് പറയൂട്ടോ. അത് ശരി. അപ്പോൾ എൻ്റെ മോളെ ആരതി അതിവർ ഇങ്ങോട്ട് പറയുമെന്ന് എനിക്കറിയട്ടോ. പക്ഷേ നമ്മൾ ചോദിക്കാനുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിക്കണമല്ലോ, അതുകൊണ്ടാട്ടോ. അതല്ലേ മുത്തശ്ശി അതിൻ്റെ ഒരു മര്യാദ. അതെ എന്ന് പറഞ്ഞു. ഡോക്ടറെ, നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആദർശേട്ടനെ ഞങ്ങൾക്ക് എന്നാ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുമോ? 2-3 ദിവസത്തിനുള്ളിലേക്ക് വീട്ടിലേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാം പ്രസാദേ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ ഡോക്ടർ ഒന്ന് വിളിച്ചിട്ട് പോയി. അപ്പോൾ വേഗം തന്നെ ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു ടെൻഷനും വേണ്ട കേട്ടോ നന്ദിനിയമ്മേ, മത്താപ്പിന് ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ചുള്ളനെ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേങ്കിലുണ്ടല്ലോ ദേ മുത്തശ്ശി, നന്ദിനിയമ്മേ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതുണ്ടല്ലോ ഇങ്ങനെയുണ്ടല്ലോ വെറുതെ നമ്മളെ പേടിപ്പിച്ചു കേട്ടോ, ഒരുപാട് പേടിപ്പിച്ചു. പിന്നെ കരഞ്ഞ് നമ്മളൊരു വശമായിട്ടോ, മനുഷ്യൻ തവിട്ട് പൊടി അവസ്ഥയിലെത്തി എന്നൊക്കെ വേണി ഇങ്ങനെ പരിഭവം പറയാണ്. പാവത്തിന് സങ്കടം സഹിക്കാനും പറ്റണില്ല. അപ്പോൾ അതെ ശ്യാമ ഡോക്ടർ പുറകെ എത്തി. എന്താ ഡോക്ടർ? കുറച്ച് കഴിഞ്ഞ് ശ്യാമപ്രസാദ് എന്നെ വന്നൊന്ന് കാണണം. എന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പറയാം, റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമ്പിലുണ്ടാവും, 1 മണി കഴിയുമ്പോഴത്തേനും എത്തിക്കോളും. പിന്നെ തൽക്കാലം ശ്യാമപ്രസാദ് തനിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ അങ്ങ് പോയി. ഇത് കേട്ടപ്പോഴത്തേനും ശ്യാമപ്രസാദിന് വലിയ ടെൻഷനുണ്ട് കേട്ടോ. എന്തായിരിക്കും ഡോക്ടർ, എന്താ അങ്ങനെ പറയാൻ കാരണം? എന്നോട് തനിച്ച് സംസാരിക്കാനാണെന്ന് ഡോക്ടർ പറഞ്ഞത് എന്തിനായിരിക്കും? ഇനി ആദർശിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്തോ കുഴപ്പമുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നന്ദിനി അമ്മ വന്നത്. എന്താ ശ്യാമേട്ടാ, എന്തിനാ ഡോക്ടർ വരാൻ പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ കാണാൻ പറഞ്ഞത് എന്ന് ശ്യാമേട്ട ചോദിച്ചില്ലേ? ചോദിച്ചു. എടോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് കഴിക്കേണ്ട ചില മെഡിസിൻസിൻ്റെ ലിസ്റ്റ് എഴുതി തരാനാ. ഓ അതായിരുന്നോ? പെട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അപ്പോൾ അതേണ്ട നമ്മുടെ വേണിയും മുത്തശ്ശിയും കൂടെ വന്നു. അതിനിടയിൽ പ്രൊഫസറും നന്ദിനിയമ്മയും കൂടി എന്ത് രഹസ്യമായി പറയണത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ഭാര്യയും ഭർത്താവും പല രഹസ്യം പറയും, അതൊന്നും നീ അറിയണ്ട കേട്ടോ എന്ന് വേണിയോട് ഇങ്ങനെ പറഞ്ഞ് ചെവിയെ പിടിക്കുക. അതല്ല കേട്ടോ, മക്കളായ ഞങ്ങളറിയാത്ത രഹസ്യമൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന് വേണി പറഞ്ഞു. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടു മോളെ എന്ന് പറഞ്ഞു. അപ്പം പ്രൊഫസറിൻ്റെ മുഖത്ത് ഒരു തെളിച്ചമില്ല. എൻ്റെ പ്രൊഫസറെ, ദേ ഒരു ടെൻഷനും വേണ്ട കേട്ടോ, നമ്മൾ വീട്ടിലേക്ക് പോവുമല്ലോ, ആദർശന് ഒരു കുഴപ്പമില്ല കേട്ടോ പ്രൊഫസറെ, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വേണി. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി എന്തോ ഭയങ്കര ചിന്തയിലാണ്. അപ്പോൾ ശങ്കർ ഇങ്ങനെ ചോദിക്കുകയാണ്, അതെ ഗൗരിയെ, നീ എന്ത് ഈ ആലോചിക്കണത് എന്ന് ചോദിച്ചു. ദേ നീ അല്ല, ആ കുട്ടി നമ്മളെ സംശയം തീർത്ത് തന്നതല്ലേ, പിന്നെന്താ എന്ന് ചോദിച്ചു. അവൾ കാണിച്ച
കള്ളം പറഞ്ഞതാണെന്നാണോ നീ വിശ്വസിക്കുന്നത്? സ്നേഹിച്ച ആളെക്കുറിച്ച് ആരും കള്ളം പറയില്ല, പ്രത്യേകിച്ച് മരിച്ചു പോയ ഒരാളെക്കുറിച്ച് ഒരിക്കലും പറയില്ല ഗൗരി. എനിക്കെന്തോ ആ കുട്ടി പറഞ്ഞത് അത്ര വിശ്വാസം വരുന്നില്ല ശങ്കർ. സംഭവം സിമ്പിളാണ്. ആ കുട്ടിയുടെ വീട്ടിൽ ഏതോ ഒരു കള്ളന്മാർ കയറിയിട്ടുണ്ടാവും. ആ കള്ളന്മാരായിരിക്കും നമ്മുടെ അലയൻസിനെ ആക്രമിച്ചിട്ടുണ്ടാവുക. അതിനപ്പുറത്തൊന്നും ഇല്ലട്ടോ ഗൗരിയെ. അവർ തന്നെ ആയിരിക്കുമോ? ആ, ഏതോ കള്ളന്മാരായിരിക്കും ശങ്കർ. എൻ്റെ പെണ്ണെ, അങ്ങനെയല്ലേ? അല്ലാതെ നീ കരുതുന്നത് പോലെ ധ്രുവൻ്റെ പ്രവൃത്തി ആയിരിക്കില്ല, ഉറപ്പ്. അതെ, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതൊന്നും അല്ലട്ടോ. നീ അങ്ങനെ വിചാരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു ശങ്കർ. നിന്റെ മനസ്സിൽ ഇതൊക്കെ ചെയ്തത് ആ ധ്രുവനോടെന്ന് തോന്നലുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു സംശയമാണ് കേട്ടോ, വെറും സംശയാട്ടോ അത് മാത്രം. ആ പെൺകുട്ടി അവളുടെ കാമുവിൻ്റെ ഫോട്ടോ നിന്നെ കാണിച്ചതല്ലേ? നമ്മുടെ സംശയിച്ചതുപോലെ അത് ധ്രുവനൊന്നും ആയിരുന്നില്ലല്ലോ. ഫോട്ടോയിലുണ്ടായിരുന്നത് മറ്റൊരാളായിരുന്നില്ലേ? പക്ഷേ ശങ്കർ പറയുന്നത് ഒക്കെ ശരി തന്നെയാണ്. ആ കുട്ടി അവളുടെ കാമുവിൻ്റെ ഫോട്ടോ കാണിച്ചോ? അത് ധ്രുവനും അല്ല, അതും എനിക്ക് സമ്മതിക്കാം. പക്ഷേ എനിക്കെന്തോ ആ പെൺകുട്ടി പറയുന്നത് അത്ര വിശ്വാസം വരുന്നില്ല ശങ്കർ എന്ന് പറഞ്ഞു. ഗൗരി, ധ്രുവൻ മരിച്ചുപോയി. ആദ്യം നീ നിന്റെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുക. നിന്നോടും നിന്റെ ഫാമിലിയോടും പ്രതികാരം ചെയ്യാൻ ഇനി അവൻ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരാൻ പോണില്ല എൻ്റെ ഗൗരിയെ. നീ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ മോളെ, അവൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യം നീ ആദ്യം വിശ്വസിക്കുക. അല്ലെങ്കിൽ നിനക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ പോണില്ല കേട്ടോ. നമ്മുടെ അലയൻസിലുണ്ടായ അപകടം യാദൃശികമായിട്ട് സംഭവിച്ചതാണ്. മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ തലക്കടിച്ചിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഏതോ കള്ളൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ നീ വിചാരിക്കുക, അല്ലാതെ ധ്രുവനുമായിട്ട് കണക്ട് ചെയ്യുന്ന മാറ്ററൊന്നും ഇതിലില്ല. അത് നീയൊന്ന് വിശ്വസിക്കുന്നേ എന്ന് പറഞ്ഞു. എങ്കിലും ഗൗരിക്ക് ഒരു സംശയത്തിൻ്റെ നിഴൽ എവിടെയോ ഇങ്ങനെ കുടുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.